an amazing place. Feels like a dream. A place of many wonders. And full of life. I open my eyes. Earth is our Pandora. മച്ചാമാരെ, നമ്മുടെ ബിഗ് ബ്രോസ് ടീം മൊത്തമായിട്ട് ഇന്ന് റിയാദിലെ സഞ്ചാരി ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ചെറിയ ടൂർ പ്രോഗ്രാമിന് പോവുകയാണ്. നമ്മൾ അനസക്കയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മളെ ക്ഷണിച്ചത്. ഏകദേശം 11:30 കൂടി എത്താൻ പറഞ്ഞെങ്കിലും സ്ഥിരമായിട്ട് ലേറ്റ് ആവുന്ന നമ്മൾ 12 മണിയോട് കൂടിയാണ് എത്തിയത്. അപ്പോൾ നേരെ ഞങ്ങൾ കർജിലേക്ക് വിട്ടു. അപ്പോൾ കർജിൽ ഈ കാണുന്ന പാർക്കിലാണ് നമുക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സഞ്ചാരി ടീമിൻ്റെ കാര്യം അറിയാലോ, അവർ ഫുൾ പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മളെ ഷാജി മാമനും ടീമും ഒക്കെ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സജീറും നമ്മളെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഭക്ഷണം വാങ്ങി ഈ പാർക്കിലിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അൽ ദില്ലത്തിലുള്ള പീജിയൻ ടവറിലേക്കാണ് പോകുന്നത്. പണ്ട് കാലത്തെ മനുഷ്യന്മാർ പ്രാവുകൾക്കായിട്ട് ഇത്തരം ടവറുകൾ നിർമ്മിച്ചു. ഈ കാണുന്ന ഹോളുകളിലെല്ലാം പ്രാവുകൾ മുട്ടയിടുകയും അതിൻ്റെ വംശവർജനം നടക്കുകയും അതിലൂടെ ആ ടവറിൻ്റെ കീഴിലേക്ക് അതിൻ്റെ കാഷ്ടവും മറ്റും വീഴുകയും അതാണ് പണ്ട് കാലത്ത് കൃഷികൾക്കായി ഉപയോഗിച്ചിരുന്ന ഫെർട്ടിലൈസറുകൾ. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രാവുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് അതേപോലെ പുനഃസൃഷ്ടിച്ചെടുത്തതാണെന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. സഞ്ചാരിയിൽ കൂടെ വന്ന ഒരു ചേട്ടൻ പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ ഈ മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു. ഇവിടെ വളർത്തിയ പ്രാവുകളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ കാലിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടിവിട്ട് കഴിഞ്ഞാൽ ഇവിടെ വരികയും ആ മെസ്സേജ് പാസ്സാവുകയും ചെയ്യുമെന്ന്. അപ്പം ഞങ്ങൾ വീണ്ടും അവിടുന്ന് വണ്ടിയെടുത്തു. അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇതല്ല, ഇത് ബ്യൂട്ടിഫുള്ളാണ് നമ്മളെ, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടിഫുൾ ഇതല്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് മരുഭൂമിൻ്റെ നടുവിലൂടെയുള്ള റോഡ്. അപ്പുറവും ഇപ്പുറവും മരുഭൂമി, അതും റെഡ് സാൻഡ്. റെഡ് സാൻഡിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. നമ്മൾ തമാശയായിട്ട് പറയാറില്ലേ, ഈ റോഡിനൊന്നും ഒരു അവസാനം ഇല്ലടേ. അപ്പോൾ ഈ റോഡുകൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവും. ഇതേപോലെ ഈ മരുഭൂമിയിലെ റോഡുകൾക്കും ഒരവസാനമുണ്ട്. ആ റോഡിൻ്റെ അവസാനത്തിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഈ കാണാൻ പോകുന്നത്. റോഡും മണലും തമ്മിലുള്ള സംഗമ സ്ഥാനം കാണിച്ചു തരാനാണ് ഞങ്ങൾ ഈ മുകളിലോട്ട് കയറുന്നത്. കണ്ടില്ലേ, റോഡ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഷൈജു ഏട്ടനത് വീണ്ടും ഓടി കയറി. കുറേ നേരത്തെ കൂടിയാലോചനകൾക്ക് ശേഷം ഞങ്ങൾ വണ്ടിയുമായിട്ട് മണലിലോട്ട് ഇറങ്ങി. ടയറിൻ്റെ പ്രഷർ 15 PSI താഴ്ത്തണം. വളരെ കുറച്ച് ടയർ പ്രഷറേ പറ്റൂ. ഈ കാണുന്ന മല കയറി കഴിഞ്ഞാലാണ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുള്ള ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പോകുന്നത്. സൗദി പയ്യന്മാരുടെ ഈ കാർ വെച്ചിട്ടുള്ള അഭ്യാസ പ്രകടനം, നിസാൻ പെട്രോളും FJ ക്രൂയിസറും ലാൻഡ് ക്രൂയിസറും പിന്നെ ഹൈലക്സ്, അങ്ങനെ വൻകിട 4x4 വണ്ടികളുടെ ഒരു അഭ്യാസ പ്രകടനമാണ് അത് നടക്കുന്നത്. അപ്പോഴാണ് അനസക്കയുടെ പുതിയ കണ്ടുപിടുത്തം, മണലിങ്ങനെ തട്ടുമ്പോൾ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകുന്നു. എന്നാൽ പിന്നെ ഞാനും കണ്ടുപിടിച്ചേക്കാമെന്ന് കരുതിയിട്ട് കാറ്റിനേടായി നമ്മളെ പരീക്ഷണം. ഒരു മണലെടുത്ത് കയ്യിലിങ്ങനെ വരുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് അത് പോകുന്നത്. ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോഴേക്കും ഇരുടായി. പിന്നെ ചായയുടെയും സ്നാക്സിൻ്റെയും ടൈം. കൂടെ നമ്മുടെ ചങ്ക് ബ്രോ സജീറിൻ്റെ പാട്ടും കൂടെ ആയപ്പോൾ ഈ രാത്രി ഭയങ്കര കളർഫുള്ളായി. കുറേ സൗദികളും വന്നായിരുന്നു അതിൻ്റെ കൂടെ. എന്തായാലും ഇത്ര മനോഹരമായ ഒരു ദിവസം തന്നതിന് റിയാദ് സഞ്ചാരി ഗ്രൂപ്പിന് ഒരുപാട് നന്ദി.